മഗ്ഫിറത്തിന്റെ കാറ്റ്, അല്ലാഹുവിന്റെ കരുണയുടെ മന്ദമാരുതൻ അടിച്ചു വീശുന്നുണ്ട്. ഫതഅറദൂ ലഹാ, നിങ്ങൾ അതിലേക്ക് നിന്നു കൊടുക്കണമേ. ലൈലത്തുൽ ഖദർ, വിശുദ്ധമായ ബദരീങ്ങളുടെ ദിവസം കഴിഞ്ഞു. വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10ലേക്ക് കടക്കുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കൊടുങ്കാറ്റുകളാണ് അടിച്ചു വീശാൻ പോകുന്നത്. ആ കാറ്റ് ദേഹത്ത് തട്ടിയാൽ ലാ യഷ്ഖാ ബഅദഹാ അബദാ, ആ കാറ്റ് തട്ടുന്നവർക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിനരാത്രങ്ങളെ പോലെയല്ല. ഇനി വരാനിരിക്കുന്നത് കണിശമായും ഗൗരവത്തോടുകൂടെ കാണേണ്ട ദിനരാത്രങ്ങളാണ്. റമളാനിന്റെ തുടക്കത്തിലുണ്ടായ ആവേശത്തിന്റെ 10 മടങ്ങ് ഉത്സാഹം കാണിക്കേണ്ട സമയമാണ് റമളാനിന്റെ അവസാനത്തെ 10 അല്ലാഹു തആല 84 കൊല്ലത്തെ ആയുസ്സ് നമുക്ക് വിധിക്കുന്ന സമയമാണത്. 1000 മാസങ്ങൾ എന്ന് പറയുന്നത് 84 വർഷമല്ലയോ? ഒരു ലൈലത്തുൽ ഖദർ ഒരു വർഷം കിട്ടിയാൽ 84 ആയുസ് കിട്ടുന്ന പോലെ 10 വർഷത്തെ ലൈലത്തുൽ ഖദർ കിട്ടിയാൽ നമുക്ക് 840 കൊല്ലം ആയുസ് വർദ്ധിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. 20 കൊല്ലത്തെ ലൈലത്തുൽ ഖദർ കിട്ടിയാൽ അത് 1600 ഇങ്ങനെ വർഷങ്ങൾ ഓരോന്നോരോന്ന് കൂടുന്തോറും അല്ലാഹു ഈ ഉമ്മത്തിന് ഖൈർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് ശദ്ദ മിസ്റഹു വഅയ്ഖല അഹ്ലഹു, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഖാമ ലൈല, റമളാനിന്റെ അവസാനത്തെ 10 നബി തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും അവിടുത്തെ വീട്ടുകാരോട് പെണ്ണുങ്ങളോട് എഴുന്നേൽക്കാൻ പറയുകയും ചെയ്യും. വശദ്ദ മിസ്റഹു, റമളാനിന്റെ രാത്രി പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുമായി ശയിക്കാൻ അനുവാദം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും വശദ്ദ മിസ്റഹു, നബിതങ്ങൾ റമളാനിന്റെ രാവുകളിൽ നബിതങ്ങൾ ഇബാദത്തിനാണ് മാറ്റിവെക്കുന്നത്, ഭാര്യമാരുടെ കൂടെ കിടക്കുകയല്ല ചെയ്യുന്നത്. ശദ്ദ മിസ്റഹു വഖാമ ലൈ വഅയ്ഖല അഹ്ല, നബിതങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും അവിടുത്തെ ഭാര്യമാരോട് പെണ്ണുങ്ങളോട് എഴുന്നേൽക്കണേ നിസ്കരിക്കണേ എന്ന് നബി തങ്ങൾ പറയുകയും ചെയ്ത് റസൂലുള്ളാഹി തങ്ങൾ ഇഅ്തികാഫിന് അല്ലാഹുവിന്റെ പള്ളിയിലിരുന്ന് അല്ലാഹുവിനോട് റബ്ബേ നീ എനിക്ക് മാപ്പ് തരണമെന്ന് ഒരു തെറ്റുപോലും ചെയ്യാത്ത മഅ്സൂമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാപപങ്കിലരായ നമ്മൾ എത്രത്തോളം അല്ലാഹുവിനോട് ചോദിക്കാൻ കടപ്പെട്ടവരാണ്. അല്ലാഹുവേ നീ നിന്റെ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ, നീ നിന്റെ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, നബിയേ മാദാ അഖൂൽ, നബിയേ ഇൻ വാഫഖതു ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ എന്താണ് നബിയേ പറയേണ്ടത്? ഖൂലി, പറഞ്ഞേക്കണം അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് ചെയ്തു കൊടുക്കുന്നവനല്ലയോ, മാപ്പ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ. ഫഅഫു അന്നി, എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ചോദിച്ചോളൂ ആയിഷ എന്ന് പരിശുദ്ധ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളെ നമുക്ക് വേണ്ടി മാപ്പ് ചോദിച്ച ഹബീബാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു ദിവസം ഞാൻ ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം കണ്ടപ്പോ, നബി തങ്ങളുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം കണ്ടപ്പോ ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ലീ ഇലൈക ഹാജ, നബിയേ എനിക്കൊരു ആഗ്രഹമുണ്ട് നബിയെ അങ്ങയോട് പറയാൻ. ഭർത്താവിന്റെ മുഖത്തൊരു സന്തോഷം കാണുമ്പോഴല്ലേ ഭാര്യയ്ക്ക് സവിശേഷമായ കാര്യങ്ങൾ ചോദിക്കാൻ ധൈര്യം വരൂ. എനിക്കൊരു ആഗ്രഹമുണ്ട് നബിയെ, സലീനി യാ ആയിഷ, ആയിഷ നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബാ നബിയോട് ചോദിച്ചുവല്ലോ, നബിയെ ഞാൻ പറയുന്ന ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു നൽകുമോ? ചോദിച്ചോളൂ ബീവി, അങ്ങ് ചോദിച്ചോളൂ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിലെ ഒരു അസുലഭ മുഹൂർത്തമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. എന്താണാവോ ബീവി ചോദിക്കാൻ പോകുന്നത്? റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 18 വയസ്സ് പ്രായമുള്ള സുന്ദരിയായ സുമുഖിയായ ചെറുപ്പക്കാരിയായ ഹബീബായ നബി തങ്ങളുടെ ഭാര്യയാണ്, ചെറുപ്പക്കാരിയായ ഹബീബിന്റെ സൗജത്താണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. എന്താണാവോ ബീവിക്ക് ചോദിക്കാനുള്ളത്? ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇസ്തഗ്ഫിർ ലീ, യാ റസൂലല്ലാഹ് ഈ ആയിഷക്ക് പുറത്തു തരാൻ അങ്ങ് അല്ലാഹുവിനോട് ചോദിക്കണേ നബിയേ.
ബീവിക്ക് ചോദിക്കാനുണ്ടായ ചോദ്യം അതാണ്. ഇസ്തഗ്ഫിർ ലി യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണേ, ആയിഷക്ക് പുറത്തു തരാൻ അങ്ങ് ചോദിക്കണേ. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, പടച്ചവനെ എൻ്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, അവരോട് കരുണ ചെയ്യണേ എന്ന് നബി തങ്ങൾ കൈയുയർത്തി ദുആ ഇറക്കുകയും ചെയ്തു. കാരണം സന്തോഷമുള്ളൊരു നേരമായിരുന്നു അത്. ചോദിക്കുന്നത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബീവി ചോദിച്ചത് ഐഹികമായ ഒരു കാര്യവുമല്ല, പരലോകത്തേക്കുള്ള വിഷയം. നബി തങ്ങൾ ദുആ ചെയ്തു ബീവിക്ക് വേണ്ടി. ബീവി റളിയല്ലാഹു അൻഹ ഫസ്സുറത് ബിദാലിക ആയിഷ, ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ ബീവി എന്തേ നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ ബീവി? വമാലിയ ലാ ഉസർ, നബിയേ ഞാൻ എന്തുകൊണ്ട് സന്തോഷിക്കാതിരിക്കണം? വഖദ് ഇസ്തഗ്ഫറ ലി റസൂലുള്ളാഹ്, റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചല്ലോ, ഇനി എന്തിന് ഞാൻ വിഷമിക്കാതിരിക്കണം? എന്തിന് ഞാൻ സന്തോഷിക്കാണ്ടിരിക്കണം? എനിക്ക് സന്തോഷിച്ചൂടെ? അങ്ങല്ലേ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്, അങ്ങ് ദുആ ചെയ്യുന്നത് അല്ലാഹു സ്വീകരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ദുആ ചെയ്തപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നിയല്ലേ? വമാ മിൻ ലൈലത്തിൻ ഇല്ലാ വഅദ്ഉ ലി ഉമ്മതി ബിൽ മഗ്ഫിറ, എല്ലാ രാത്രിയിലും എൻ്റെ ഉമ്മത്തികൾക്ക് മുഴുവൻ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ഇറക്കാത്ത രാത്രികളില്ല ബീവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആയിഷ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചതിൽ സന്തോഷമല്ലേ? എൻ്റെ ഉമ്മത്തികൾക്ക് മുഴുവനും സന്തോഷിക്കാം. ഞാൻ അവർക്ക് വേണ്ടി ദുആ ഇറക്കാത്ത, എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് റബ്ബിനോട് ചോദിക്കാത്ത ഒരു രാത്രിയും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല ആയിഷ. എല്ലാ രാത്രിയിലും എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളായി ഹബീബായ നബി തങ്ങളോട് സിർബിനാ അലാ ബറകത്തില്ല, നബിയേ അങ്ങ് എങ്ങോട്ട് ഞങ്ങളെ തെളിച്ചാലും ഞങ്ങൾ അങ്ങോട്ടുണ്ട് നബിയേ, അങ്ങ് എങ്ങോട്ട് വിളിച്ചാലും അങ്ങോട്ടുണ്ട് നബിയേ, അങ്ങേക്ക് എന്തിഷ്ടമാണോ അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് വേണ്ടതെടുത്തോളൂ നബിയേ, അങ്ങ് എടുക്കാത്തതിനേക്കാളും ഇഷ്ടം അങ്ങ് എടുത്തതാണ്. ബറകുൽ ഗമാദിലേക്ക് കൊണ്ടുപോയാലും ഞങ്ങൾ അങ്ങയുടെ കൂടെ യാത്ര ചെയ്യാം നബിയേ. സിർ ഇലാ ബറകത്തില്ല, സിർ അലാ ബറകത്തില്ല, ഹബീബേ ഞങ്ങളെ അങ്ങ് കൈപിടിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിന്റെ ഈമാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അതിന്റെ ഒരു അംശമെങ്കിലും നൽകണേ തമ്പുരാനെ. ഹബീബിന്റെ ശഫാഅത്ത് നൽകണേ റബ്ബേ. ആ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളാക്കണേ റബ്ബേ. അവിടുന്ന് സ്വഹാബിമാർ ഈ ദീനിന് വേണ്ടി ചെയ്ത ബദറിലും മുഹദിലും ഖന്ദഖിലും ഹുനൈനിലും ആ ചെയ്ത ത്യാഗങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല അല്ലാഹുവേ. അവരോടൊക്കെയുള്ള ഹുബ്ബിന്റെ പേരിൽ, ബദരീങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, നിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടും സ്വഹാബിമാരോടുമുള്ള സ്നേഹത്തിന്റെ പേരിൽ അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക്, ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ റഹ്മാനേ. ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. സ്വർഗം നൽകണേ റബ്ബേ, സ്വർഗം നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ അഇദ്നാ മിനന്നാർ, اللهم أعذنا من النار، اللهم أعذنا من النار. أشهد أن لا إله إلا الله، أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله، أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله، أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. പടച്ചവനെ അല്ലാഹുവേ, ഈ അൻസ്വാറുൽ മുസ്ലിമീൻ സംഘത്തെ നീ സഹായിക്കണേ റബ്ബേ.
ഇവിടുത്തെ ബദരിയ ജുമാ മസ്ജിദിന്റെ സംഘാടകരെ, ഇതിന്റെ ഗുണകാംക്ഷികളെ, ഈ പള്ളിക്ക് വേണ്ടി സംഭാവനകൾ ചെയ്തവര്, ഇതിനു വേണ്ടി സ്ഥലം കൊടുത്തവര്, ഇതിനു വേണ്ടി ഖബർസ്ഥാന കൊടുത്തവര്, അല്ലാഹുവേ അല്ലാഹുവേ ഇതിന്റെ ഖാദിമീങ്ങൾ, ഇവിടെ വന്ന് നിസ്കരിച്ചു പോയവർ, അല്ലാഹുവേ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ.